ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു ഈവനിങ് വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എവിടെയാണ് പോകുന്നത്? കടയിലോട്ട്. നമ്മൾ വൈകുന്നേരം പതിവ് പോലെ തന്നെ സൂപ്പ് കടയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് 2-3 ട്രിപ്പ് നമ്മുടെ വീട്ടിന് കുറച്ച് മുകളിൽ മാത്രമേ വണ്ടി ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ 2-3 ട്രിപ്പായിട്ട് നടന്ന് സാധനങ്ങൾ മുകളിൽ കൊണ്ട് വെച്ചിട്ട് വേണം പിന്നെ പോകാനായിട്ട്. അപ്പോൾ 2 ട്രിപ്പ് നമ്മൾ സാധനം മുകളിൽ കയറ്റിയല്ലേ ജോർദാൻ ഞങ്ങൾ ഹെൽപ്പിയും ട്രേയും അതൊക്കെ അവനെ കൊണ്ട് പറ്റണ സാധനങ്ങളൊക്കെ അവൻ പറക്കി വയ്ക്കും. ഇന്ന് ജോർദാന് ട്യൂഷൻ ഉണ്ട്. തിങ്കളാഴ്ച ട്യൂഷൻ ഇല്ലല്ലേ? ഇന്ന് ട്യൂഷന് പോയില്ല. ജോർദാൻ ചെറിയൊരു ജലദോഷമൊക്കെ ആയിട്ട് നല്ല ഓക്കെ ആയില്ല. അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച തൊട്ട് ട്യൂഷന് പോകും. അപ്പോൾ ഞങ്ങൾ സൂപ്പുടെ ഒരു അടുത്ത് തന്നെയാണ് ട്യൂഷൻ വരുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുമല്ലേ ജോർദാൻ? അപ്പോൾ ഇന്ന് ട്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് ബാക്കി സാധനങ്ങളൊക്കെ കയറ്റിയിട്ട് നമ്മൾ കടയിലോട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെയാണ് കിടക്കുന്നത്. ചെറിയ ഇടവഴി കൂടെയാണ് താഴോട്ട് ഇറങ്ങി വീട്ടിലോട്ട് പോകണം. അവിടോട്ട് വണ്ടി പോകത്തില്ല. അതുകൊണ്ട് നമ്മൾ 2-3 ട്രിപ്പായിട്ട് സാധനങ്ങൾ ഇതാ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടിക്കകത്ത് ഫുള്ള് പെട്ടെന്ന് കൊണ്ടുപോടാ. കുറച്ച് ലേറ്റായിപ്പോയി. ഇപ്പോൾ നമ്മൾ കടയിലെത്തിയല്ലേ? എത്തി ഇതാ ഫസ്റ്റ് ഇതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കടയൊക്കെ സെറ്റാക്കി. കനലായ ചാച്ചാ? അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ എല്ലാവരും ചോദിക്കും സൂപ്പ് ചൂടായിരിക്കുക എങ്ങനെയാണെന്ന്. അപ്പോൾ ഞങ്ങൾ കരി ഉപയോഗിച്ചിട്ടാണ് കനലാക്കുന്നത്. പൊടിയടുപ്പിൽ കരി വാങ്ങിച്ചിട്ട് അത് കത്തിച്ച് കനലാകുമ്പോൾ ആ വൈകുന്നേരം വരെ അല്ല, ഫുൾ ടൈം അത് നല്ല ചൂടായി തന്നെ ഇരിക്കില്ലേ ചാ? ബാക്കിയെല്ലാം സെറ്റായി. ഇനി നമുക്ക് കനലായി കഴിഞ്ഞാൽ അവിടോട്ട് സൂപ്പിൻ്റെ അടുപ്പെടുത്ത് വെച്ച് ബാക്കി സെറ്റ് ചെയ്യും. ഓട്ട കണ്ടിട്ട് നോക്കുകയാണ് കാറിനകത്തിരുന്ന്. കൈ കഴുകാനൊക്കെ ആവശ്യത്തിന് കന്നാസിൽ ഇങ്ങനെ വെള്ളം എടുത്ത് വയ്ക്കും. പിന്നെ അത് ബക്കറ്റിലോട്ട് ഒഴിച്ച് വയ്ക്കും. പിന്നെ ഇതാണ് എൻ്റെ സെക്ഷൻ. ഇവിടെയാണ് ബ്രെഡ് ഓംപ്ലേറ്റ്, ഡബിൾ ഡക്കർ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഇതെൻ്റെ ലൈവ് സെക്ഷനാണ്. ഇവിടെയാണ് സൂപ്പിൻ്റെ സെക്ഷൻ. നമ്മളെ കടയെപ്പറ്റി എന്തെങ്കിലും പറ. നമ്മളെ കടയെപ്പറ്റി എന്തൊന്ന് പറയാം, നാട്ടുകാർ തന്നെയാണ് ഭയങ്കര അഭിപ്രായം. അല്ല നമ്മളെന്തോ അഭിപ്രായം പറയാം. ഇപ്പോൾ ജോർദാൻ പഠിക്കുന്ന സ്കൂളാണിത്. സ്കൂളിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മളെ കടയും. അപ്പോൾ ഞങ്ങൾ അടുപ്പ് കനലാവുന്നത് നോക്കിയിരിക്കുകയാണ്. നമ്മളെ കടയിൽ ചായയില്ല, അപ്പുറത്തെ കടയിൽ ചായയുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ചായയും ഒരു കടിയും വാങ്ങിക്കും. സ്ഥിരമായിരിക്കണ പരിപാടിയായിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് തന്നെ മട്ടൻ സൂപ്പിന് ആൾ വന്ന് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഞങ്ങളുടെ സൂപ്പിൻ്റെ കച്ചവടം തുടങ്ങി. ഫസ്റ്റ് ഓർഡർ 2 മട്ടൻ സൂപ്പാണ്. അപ്പോൾ മട്ടൻ സൂപ്പ് ഇതേപോലത്തെ അലൂമിനിയം ഫോയിൽ പേപ്പറിലാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഇപ്പോൾ 2 എണ്ണമാണ് ഓർഡർ വന്നേക്കുന്നത്. പക്ഷേ 2 എണ്ണം വാങ്ങിക്കാനാണ് ആൾ വന്നേക്കുന്നത്. കുരുമുളക് അതിലിട്ടിട്ടാണ് കൊടുക്കുന്നത്. കുരുമുളക് എരിവ് അതിനകത്തുണ്ട്. പക്ഷേ എക്സ്ട്രാ വേണമെന്നുള്ളവർക്ക് കുരുമുളക് ഞങ്ങളിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് കസ്റ്റമറാണ് ഈ ചേട്ടൻ. ഇപ്പോൾ സമയം 9:30 ആയി. ഇപ്പോൾ ഞങ്ങൾ കടയൊക്കെ എല്ലാം ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് സാധനങ്ങളൊക്കെ. ജോർദാൻ ഇവിടെ ഉറക്കം വരണുണ്ടെന്ന് പറയുന്നുണ്ട്. ബാക്കി സാധനങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് കാറിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അത് കഴിഞ്ഞ് ബാക്കി കുടയൊക്കെ എല്ലാം ഒതുക്കി കെട്ടി എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ പോവില്ലേ ചാ? ബാക്കി കുടയൊക്കെ ഒതുക്കി സെറ്റാക്കി എല്ലാം അഴിച്ചു കുറക്കി നമ്മൾ നേരെ പോവുകയാണ് സുഹൃത്തുക്കളെ. ഇന്നത്തെ നമ്മുടെ ജോലി കഴിഞ്ഞു.
ആ ഇനി ജോർദ അതിൻ്റെ പറ്റുമോ തിരിക്കി കറക്കിയിട്. ആ ഊരിയെടുത്ത് ജോർദാൻ പുതിയ നീ വീഴല്ലേ അവിടെ ഇരിക്കും. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു തിരക്ക് കുറവായിരുന്നു. ഭാഗ്യത്തിന് കുറച്ച് സൂപ്പേ കൊണ്ടുവന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.